ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്പലത്തിൽ നിന്ന് തിരിച്ചെത്തിയ വരുണും പ്രിയങ്കയും കാണുന്നത് വീടാകെ അലങ്കരിച്ച് വരുണിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായി എല്ലാവരും ഒരുങ്ങി നിൽക്കുന്നതാണ്. അത് കാണുമ്പോൾ പ്രിയങ്ക ചോദിക്കും, ഇതൊക്കെ എപ്പോഴാണ് ചെയ്തത്? ഗംഭീരമായിട്ടുണ്ടല്ലോ. അപ്പോൾ സൂര്യ പറയും, പ്രിയങ്ക വന്നതിന് ശേഷമുള്ള അവൻ്റെ ആദ്യത്തെ ബർത്ത്ഡേയിലെ അത് ഗംഭീരമാക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ എല്ലാവരും വരുണിനെ സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. ആ സമയം പ്രിയങ്ക ഒരു ഡ്രസ്സ് കൊടുത്തിട്ട് പറയും, ഇത് ഇന്ന് വരുണിന് ഇടാനുള്ള ഡ്രസ്സാണ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്, വരുണിന് ഇത് ചേരുമെന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സ് വരുണിന് കൊടുക്കുകയാണ്. അപ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയും, എന്തായാലും ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടായ ആളല്ല ഇപ്പോൾ വരുൺ, മുഖത്തിപ്പോൾ കുറച്ച് തെളിച്ചൊക്കെ ഉണ്ട്. അത് കേൾക്കുമ്പോൾ വരുൺ പറയും, ശരിയാണ് അച്ഛാ, അവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സൊന്ന് ഫ്രഷായി, ഞാൻ കാണാൻ ആഗ്രഹിച്ച് നടന്നിരുന്ന കാഴ്ച കണ്ടു, പറയാൻ ആഗ്രഹിച്ചതെല്ലാം പറഞ്ഞു. സോ ഈ ബർത്ത്ഡേ എനിക്ക് സ്പെഷ്യലാണ്. ഇന്നത്തെ ബർത്ത്ഡേക്ക് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവൾ തന്ന സമ്മാനം ഇട്ടുകൊണ്ട് വേണം നിൽക്കാൻ എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് മാറാൻ വേണ്ടി മുകളിലേക്ക് പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പ്രിയങ്കയോട് പറയും, മോളെ അവന് ഇഷ്ടമാണെങ്കിലേ മോള് കൊടുത്ത ഡ്രസ്സ് അണിഞ്ഞ് അവനിപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വരുൺ വരുന്നതും കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് വരുൺ ഡ്രസ്സും മാറി അവിടേക്ക് വരുന്നത്. അത് കാണുമ്പോൾ സൂര്യ പറയും, മുണ്ടും ഷർട്ടും എടുത്ത ആളുടെ സെലക്ഷൻ എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോൾ വരുൺ വന്നിട്ട് പതുക്കെ പ്രിയങ്കയോട് പറയും, വരുൺ വന്നിട്ട് പതുക്കെ പ്രിയങ്കയോട് ചോദിക്കും, എങ്ങനെയുണ്ട്, ഡ്രസ്സ് കൊള്ളോ? അപ്പോൾ പ്രിയങ്ക പറയും, ഞാൻ തന്നതല്ലല്ലോ ഇത്. അപ്പോൾ വരുൺ പറയും, എനിക്ക് പ്രിയപ്പെട്ടവൾ തന്നതേ ഇതാണ്, സോ എനിക്ക് ഏറ്റവും വില പിടിച്ചത് ഇതാണ്. പിന്നെ വരുൺ എല്ലാവർക്കും കേക്ക് മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്മിനി പറയും, ആദ്യം പ്രിയങ്കമ്മൾക്ക് കൊടുക്കണം, ഇനിയിപ്പോൾ അതാ വേണ്ടത്. അപ്പോൾ വരുൺ ഒരു പീസ് എടുത്തിട്ട് ആദ്യം പ്രിയങ്കയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പ്രിയങ്കയ്ക്ക് കൊടുക്കാണ്ട് അതും കൊണ്ട് കൃഷ്ണൻ്റെയും രാധികയുടെയും വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, കൃഷ്ണനോട് രാധ നിൽക്കുന്ന പോലെ എന്നോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ആ പീസ് കേക്ക് അവിടെ വെക്കുകയാണ്. എന്നിട്ട് പറയും, ഞാനിപ്പോൾ പ്രണയത്തിൻ്റെ ഒരു ഭക്തനാണ്. എന്നിട്ട് വന്ന് പതുക്കെ പ്രിയങ്കയോട് പറയും, ഇവരൊക്കെ ഇപ്പോൾ നമ്മുടെ പ്രണയത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക, പക്ഷേ എൻ്റെ രാധ നീയല്ല, നിനക്കതാവാനും കഴിയില്ല എന്ന് പറഞ്ഞ് കേക്കെടുത്ത് എല്ലാവർക്കും കൊടുക്കുകയാണ്. ബിജുവിനും കൊടുത്തതിന് ശേഷം ഏറ്റവും അവസാനമാണ് വരുൺ പ്രിയങ്കയ്ക്ക് കേക്ക് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കാണിക്കുന്നത് എല്ലാവരും കൂടെ അടുക്കളയ്ക്ക് പോവുകയാണ്. എന്നിട്ട് കൽപ്പനയും ഊർവശിയൊക്കെ കൂടെ പ്രിയങ്കയോട് സദ്യ ഒരുക്കാൻ പറയാണ് കേട്ടോ. അപ്പോൾ പ്രിയങ്ക പറയും, ഏട്ടത്തി എന്നെ എന്തായാലും വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഞാൻ പാചകം ചെയ്യുന്ന സമയത്ത് ആരും അടുക്കളയ്ക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പുറത്താക്കി വാതിലടച്ച് കുറ്റിയിടാണ്. എന്നിട്ട് രാധികയെ വീഡിയോ കോൾ വിളിച്ചിട്ട് സദ്യ ഒരുക്കേണ്ടത് എങ്ങനെയാണെന്നെല്ലാം ചോദിച്ചു മനസ്സിലാക്കി രാധിക പറയുന്ന പോലെ സദ്യ ഒരുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രോമോയിൽ കാണിക്കുന്നത് മുത്തശ്ശി പ്രിയങ്കയുടെ കോള് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. എത്ര വിളിച്ചിട്ടും പ്രിയങ്കയുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ മുത്തശ്ശി രാധിക സമ്മതിക്കുന്നില്ല. ടെൻഷനോടെ നിൽക്കുന്ന പ്രിയങ്കയെ കാണിച്ചുകൊണ്ടാണ് ആ പ്രോമോ അവസാനിക്കുന്നത്. പ്രിയങ്ക ഇനി എങ്ങനെ സദ്യ ഉണ്ടാക്കുമെന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.